കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടക്കുന്ന പുഷ്പമേളയുടെ അകത്ത് സ്റ്റാളുകൾ സന്ദർശിക്കുവാനിടയായി. അവിടെ ചെന്നപ്പോൾ വൻ തിരക്കാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അവിടെ ഒരു ശകലം പോലും മുന്നോട്ട് ആൾക്കാർ നീങ്ങുന്നില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുക. കാര്യം തിരക്കി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാളാണ് നമ്മുടെ പെറ്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഒരു സ്റ്റാൾ. അപ്പോൾ അവിടെ ആ ഒരു ഗ്ലോറിയ പെറ്റ്സ് ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്റ്റാളുണ്ട്. അവിടെ ചില പെറ്റ്സുകളുണ്ട്. ആ പെറ്റ്സിനെയൊക്കെ തോളത്ത് വെച്ചും കയ്യിൽ വെച്ചും പാമ്പിനെയൊക്കെ തോളത്തിട്ടുമൊക്കെ ഫോട്ടോ എടുക്കുവാൻ ഒരു വൻ തിരക്കാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ആ ഒരു കാഴ്ചകൾ, വിശേഷങ്ങൾ, അവിടെ പാമ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞ് അണ്ണാനുണ്ട്, ചെറിയ പൂച്ചയുണ്ട്, തത്തയുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് കയ്യിൽ വെക്കാം, തോളത്ത് വെക്കാം. ചെറിയ കിളികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയ തിരക്ക്, ആരും മുന്നോട്ട് നീങ്ങുന്നില്ല, അവിടെ കൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് കൂടുതലും വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾ ചിലപ്പോൾ മറ്റു പലയിടത്തും ഇതിനെ കാണുവാൻ സാധിക്കും. SR കണക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്സാണ് ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ എവിടെയെങ്കിലും ഇതിപ്പം തിരുവല്ല പുഷ്പമേള കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പെറ്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ അക്വേറിയം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം, നിങ്ങൾക്ക് അവിടെ ഫോട്ടോ എടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മടങ്ങുക.